അപ്പോൾ നമസ്കാരം കൂട്ടുകാരെ. നമസ്കാരം. ഓക്കെ, ശാലിനി ടീച്ചറിന്റെ നിത്യതി നൃത്ത നാട്യകലാലയിലേക്ക്, ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്നിപ്പോ നമ്മുടെ മക്കൾക്ക് നിത്യതിമാർക്ക് ഞാൻ കൃത്യം 10 മിനിറ്റ് സമയം കൊടുത്തു. അതായത് അത് 1 മിനിറ്റ് അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കൊടുത്തില്ല, പ്രത്യേകിച്ചും പ്രോമിസ് ചെയ്തുകൊണ്ട്. എന്നിട്ട് പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാ വസന്ത എന്ന ഗാനം കൊടുത്തു. എല്ലാവരും നല്ല എന്തായാലും ഡാൻസിനെക്കാളും സമയം എടുത്താണ് ഇറങ്ങി വെക്കുന്നത്. അതെ, ഇന്നിപ്പോ പാന്റ് ഇട്ട് പോയാൽ അപ്പോഴേ കാലിന്റെ ഹൈറ്റ് ഒക്കെ അങ്ങ് മാറും. അതുകൊണ്ട് സ്കേർട്ടൊക്കെ ഇട്ട് സുന്ദരി തരുണി മണികളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ മക്കളെ, ഇത് ഒറ്റ ഷോട്ടിൽ വേണോ പല ഷോട്ടായിട്ട് വേണോ? എനിക്ക് തോന്നുന്നു പല ഷോട്ടായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി എടുക്കണം എന്ന് ഇച്ചിരി നല്ല മഴ സമയമാണ്. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, ഇത് ബാക്ക്ഗ്രൗണ്ട് കൊള്ളാം. അപ്പൊ നമുക്ക് ഓരോരോ ഷോട്ടായിട്ട് എടുക്കാം. എല്ലാവരും അവരവരുടെ പോർഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ശരി, അപ്പൊ കൂട്ടുകാരെ, നമുക്ക് ഈ ഡാൻസ് ഒന്ന് കാണാം. അതിനു മുന്നേ നമ്മുടെ നിത്യതയുടെ ഓൺലൈൻ ക്ലാസ്സിനോ സ്റ്റേജ് പ്രോഗ്രാംസിനോ നിങ്ങൾക്ക് താല്പര്യമുള്ള വീഡിയോ സ്പോൺസർ ചെയ്യാനോ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ, ശരി. ഓക്കെ, നമുക്ക് കാണാം നൃത്തം. ആദ്യം ആരാ മോളെ? ശരി, മീനാക്ഷി മോളെ. ആദ്യമായി നിത്യതി മീനാക്ഷി. നശിപ്പിച്ച്. ഓക്കെ, റെഡി മക്കളെ, സ്റ്റാർട്ട്. ആരാ പാട്ടിടുക? ജനമോളെ. മൂന്നാമത്തെ ആള്, മൂന്നാമത് കയറുന്നവര് വീതമായിട്ട് പാട്ട്. റെഡി, പൊസിഷൻ. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രിയിൽ. ശ്രുതി ചേർന്നു മൗനം, അതു നിൻ മന്ദഹാസമായി പ്രിയതോഴി. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, പവിഴം ഒഴിയും മൊഴിയിൽ മലർശരമേറ്റ മോഹമാണോ ഞാൻ? കൊതി പൂണ്ടണയും മൃദുല വികാര ബിന്ദുവാണോ ഞാൻ? ഏകാന്ത ജാലകം തുറക്കൂ ദേവി, നിൽപ്പൂ നിൽപ്പൂ ഞാനീ നടയിൽ നിന്നെ തേടി. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം, ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രിയിൽ. ശ്രുതി ചേർന്നു മൗനം, അതു നിൻ മന്ദഹാസമായി പ്രിയതോഴി. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം.
പുതുമഴ പോലെ പെയ്തലിഞ്ഞു ഞാൻ. ഉലകം പൂത്തുപോയി ഒഴുകൂ. ഒഴുകൂ സരയൂ നദിയായി രാഗോന്മാദം. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. ഗന്ധർവഗായകന്റെ മന്ത്രവീണ പോലെ നിന്നെ കുറിച്ചു ഞാൻ പാടുമീ രാത്രിയിൽ ശ്രുതി ചേർന്നു മൗനം. അതു നിൻ മന്ദഹാസമായി പ്രിയ തോഴി. പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാവസന്തം. ഓക്കെ മക്കളെ, അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു പൊന്നിൽ കുളിച്ചു നിന്ന് ചന്ദ്രികാ വസന്തം? പൊന്നിൽ കുളിച്ചു. ഇവിടെ കൂട്ടുകാരെ ദേ പെരു മഴയാ കണ്ടോ, തറയൊക്കെ ഫുൾ നനഞ്ഞു കിടക്കുവാണ്. അപ്പോ അതില് പല പല ഷോട്ടിലായിട്ട് കറക്റ്റ് 10 മിനിറ്റ് സമയം അല്ലേ, കൃത്യം 10 മിനിറ്റ് സമയം, അതായത് 10 ആയപ്പോൾ ഇങ്ങനെ ആ ടൈമിങ് തീർന്നു. അപ്പോൾ അതിലായിട്ട് കൊറിയോഗ്രാഫി ചെയ്ത് ഈ നൃത്തം കൂട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് അറിയിക്കണം. പിന്നെ നമ്മുടെ ഡാൻസ് പ്രോഗ്രാംസിനും ഡാൻസ് വീഡിയോസിനും ഓൺലൈൻ ക്ലാസ്സിനൊക്കെ ആയിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക താല്പര്യമുള്ളവർ. അപ്പം നിത്യതിമാരെ എങ്ങനെ അപ്പോഴേ ശ്രീലക്ഷ്മിക്ക് എങ്ങോട്ട് മൈക്ക് കൊടുക്കണമെന്ന് കൺഫ്യൂഷൻ. ഓക്കെ, വേഗം പറഞ്ഞു അഭിപ്രായം എങ്ങനെയായിരുന്നു ജനമോള്? പറ്റിച്ചേ. ഓക്കെ, നല്ലയായിരുന്നു. ഞാൻ നല്ലതായിട്ട് ചെയ്തു. 10 മിനിറ്റ് സമയം ബേസ് ചെയ്ത് വളരെ നല്ലതായിട്ടാണ്. അത് അല്ലെങ്കിൽ മോശമാണെന്നാണ്. അല്ല, കൂടുതൽ സമയം തരുമ്പോ അതിന്റെ ഇടയ്ക്കുള്ള താളത്തിന് മുഴുവൻ അടവിടും. അതിനുള്ള സമയം കിട്ടില്ല. ശരിയാ. ഓക്കെ മക്കളെ, ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു മീനാക്ഷി മോളെ? നല്ലായിരുന്നു, എല്ലാവരും നല്ലായിരുന്നു. പിന്നെ ഈ പാവാടയുടെ ഒരു ഇതേ ഉള്ളൂ. മീനാക്ഷി ഇതിട്ട് കളിക്കുന്നതിനെക്കാട്ടി പാന്റ് ഇട്ട് കളിക്കുമ്പോ കുറച്ചുകൂടെ നമുക്ക് അതത്രയാണല്ലോ. അപ്പോഴേ പോകും കരാട്ടെ, കുങ്ഫു, സ്കേർട്ട് ഇട്ട്. അതേ ഉള്ളൂ. അതെ നല്ലായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു നിത്യതി ശ്രീലക്ഷ്മി കുട്ടി? നന്നായിരുന്നു ചേച്ചി. പാട്ടാണോ നൃത്തമാണോ നിങ്ങളാണോ? ഇത്രയും പെട്ടെന്ന് കിളിച്ചു വന്നല്ലോ. ഓക്കെ, ശരി. മീനാക്ഷി പറഞ്ഞ കണക്ക് സ്കേർട്ട് ആയതുകൊണ്ടും ഇവിടെ ഇച്ചിരി നനവുള്ളത് കൊണ്ട് ഉള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, അല്ലാതെ കുഴപ്പമില്ല. ശരി, ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞത് അപ്പൊ എനിക്ക് സന്തോഷമായി. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു നിത്യതി അഭിരാമി കുട്ടി? നല്ലായിരുന്നു ചേച്ചി, എന്നാലും കുഴപ്പമൊന്നുമില്ലായിരുന്നു. സൂപ്പർ പാട്ടായിരുന്നു. ഇതിന്റെ ഒരു റീല് ഞാൻ എടുത്തായിരുന്നു. ആണോ? നല്ല സോങ് ആണത്. സല്ലാപം എന്ന സിനിമയിലെയാണ്. ഓക്കെ, ശരി. എങ്ങനെ ഉണ്ടായിരുന്നു നിത്യതി സിദ്ധിദാത്രി? ചുമ്മാ രസത്തിന് നിത്യതി പേര് ചേർത്ത് പറയുന്നത്. ലാസ്റ്റ് ഒരു ഇച്ചിരി ഞാൻ ഒന്ന് ബ്ലിങ്ക് ആയി പോയി, മറന്നുപോയി. അതെപ്പോഴും ഉള്ളതാണല്ലോ ബ്ലിങ്കി. അതെ, ലാസ്റ്റ് മാത്രം. വേറെ കുഴപ്പമൊന്നുമില്ലായിരുന്നു, നന്നായിട്ട് ചെയ്തു. ഓക്കെ, ശരി. എങ്ങനെ ഉണ്ടായിരുന്നു നിത്യതി അനാമിക മോളെ? യമുന പറഞ്ഞില്ലല്ലോ. അയ്യോ, നിത്യതി അനാമിക യമുന മോളെ. ഇന്നാളെ അടുത്ത് മറ്റേ അവാർഡ് ഫംഗ്ഷന്റെ അവിടെ പേര് പറയാനില്ല. ആ സാറ് പെട്ട പാട് നിത്യതി അനാമിക യമുന. മോളെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ മറുപടി പറയാം. ഓക്കെ, വേണ്ട. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിട്ട് ചെയ്ത് ചേച്ചി, നല്ലായിരുന്നു. എനിക്ക് തറയൊന്നും പ്രശ്നമില്ലായിരുന്നു, സ്കേർട്ട് കുഴപ്പമില്ലായിരുന്നു. ശരി. അപ്പോ നമ്മുടെ ഭാരതനണ്ണത്തിന്റെ തന്നെ സുന്ദരം എന്ന ആ തലത്തിലായിട്ടാണ് അല്ലേ, വളരെ ലൈറ്റ് ആയിട്ടാണ് കൊറിയോഗ്രാഫി ചെയ്തത്. അപ്പൊ കൂട്ടുകാരെല്ലാം അഭിപ്രായം അറിയിക്കട്ടെ. നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു നൃത്തം എന്നുള്ളത് അറിയിക്കട്ടെ. അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ എത്തുമെന്ന് പറഞ്ഞു. ടാറ്റാ പറഞ്ഞു. ടാറ്റാ. ഓക്കെ.